എന്തായാലും വടകരയിൽ ഇവിടെ വന്ന് അത്താഴം സന്ദർശിക്കുകയും അത്താഴത്തിൽ ഭക്ഷണം ആസ്വദിക്കുകയും ഉച്ചഭക്ഷണം ഇനി അടുത്ത തവണ വരുമ്പോൾ ഒരു ഉച്ചഭക്ഷണം അത്താഴത്തിലാക്കണം. അത് മാത്രമല്ല, നമുക്ക് കോഴിക്കോട് ഒരു പ്രകൃതി ഭക്ഷണശാല തന്ന ഗംഗാരട്ടനാണ്. ആദ്യം തുടങ്ങിയ പത്തായം എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം പുത്തരി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് അപ്സര തിയേറ്ററിൻ്റെ അടുത്തുണ്ട്. അത് നമുക്ക് സമ്മാനിച്ചത് ഈ ഗംഗാരട്ടനാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സ്ഥാപനം ഈ ഒരു കാലഘട്ടത്തിൽ നിർബന്ധമാണ്. എന്താണെന്ന് വെച്ചാൽ രോഗികളായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് രോഗിയാകുന്നത്. പക്ഷെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് രോഗം ഇല്ലാണ്ടാക്കാനുള്ളൊരു മാർഗം കൂടിയുണ്ട്. പക്ഷെ സാത്വിക ഭക്ഷണത്തിലൂടെ നമുക്ക് ഏത് രോഗം മാറ്റിയെടുക്കാമെന്ന് ഗംഗാരട്ടൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. തിരുവനന്തപുരം പത്തായം മില്ലറ്റ്സ് എന്ന് പറഞ്ഞ മില്ലറ്റ് കഫേ, ഗവൺമെൻറ് പ്രസ് റോഡിൽ സെക്രട്ടറിന് നേരെ ഓപ്പോസിറ്റായിട്ട്. എന്നാൽ ശരി ഗംഗാരട്ട, കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ.